ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് കേട്ടോ. നമ്മുടെ സച്ചിനും രേവതിയും തമ്മിലുള്ള വഴക്കും പിണക്കങ്ങളൊക്കെ മാറി ഇപ്പം നല്ലൊരു അടിപൊളി എപ്പിസോഡിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പം നമ്മുടെ രേവതി ഒരു സെലിബ്രിറ്റിയും കൂടെ ആയിട്ടിരിക്കുകയാണ്. വർഷയെ അത്രയും ജനങ്ങൾക്കിടയിൽ വെച്ച് വർഷയുടെ മുഖത്തേക്ക് ലോഷൻ ആസിഡ് ഒഴിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ കടന്നിരുന്ന ഇഷ്ടികക്കല്ലുകളെടുത്ത് അവരുടെ ദേഹത്തേക്ക് എറിയുകയും വർഷയെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത രേവതിയാണെന്ന് അറിയുമ്പോഴത്തേക്ക് ചന്ദ്രയടക്കം എല്ലാവരും തന്നെ ഞെട്ടിപ്പോകുന്നുണ്ടല്ലേ. കാരണം രേവതി എപ്പോഴും പതുങ്ങിയ സ്വഭാവം, ആരോടും പ്രത്യേകിച്ച് പ്രതികരിക്കാത്ത സ്വഭാവം. അപ്പോൾ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചു എന്നൊക്കെ ചന്ദ്ര ചിന്തിക്കുന്ന പോലെ തന്നെ സച്ചിൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമുള്ളൊരു ഭാഗത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. അന്നേ ദിവസം രാത്രിക്ക് സച്ചിൻ രേവതിയും കിടക്കുന്ന സമയത്ത് ഇവർ ഇതുപോലെ തന്നെ അന്നത്തെ സംഭവം എങ്ങനെ നീ ഇത്ര ധൈര്യത്തോടുകൂടി പെരുമാറി എന്നൊക്കെ സച്ചിൻ രേവതിയോട് ചോദിക്കുന്ന സമയത്ത് അന്നേരം എനിക്ക് ഞാൻ ധൈര്യം തോന്നി. എന്താ നിങ്ങൾക്ക് സംശയമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക്, അയ്യോ എനിക്ക് സംശയമൊന്നുമില്ല, എനിക്ക് എങ്ങനെ സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേണം നീ എങ്ങാനും ഇഷ്ടേക്കല്ലെടുത്ത് എൻ്റെ ദേഹത്തേക്ക് എനിക്ക് സംശയമേ ഇല്ല എന്നൊക്കെ സച്ചി പറയുകയാണേ. അതിനുമ്പത്തേക്ക് രേവതി വലിയ കാര്യത്തിന് ഭയങ്കര ധൈര്യശാലിയാണെന്ന രീതിക്കൊക്കെ കമലഹാസന്റെ സിനിമയിലെ ഒരു ഡയലോഗ് വെച്ച് കച്ചാണ്. അപ്പോൾ ഈ സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, കമലഹാസന്റെ സിനിമയുടെ ഡയലോഗ് നീ പറഞ്ഞു തുടങ്ങിയോ? നീ പറഞ്ഞു നീ സിനിമയൊന്നും കാണാറില്ല എന്നൊക്കെയാണല്ലോ, പിന്നെ ഇത് എവിടെ നിന്ന് പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കൂടെയല്ലേ ജീവിക്കുന്നത്, ചില്ലറ ചില്ലറ അടവുകളൊക്കെ പഠിച്ചിരിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, എൻ്റെ ഇത്രയും പറഞ്ഞില്ല, നീ ഒരു കാര്യം ചെയ്യും, ഒരു പാട്ടൊന്നും പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, എൻ്റെ പൊന്നും എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയില്ല, ഒരു കാര്യം ചെയ്യും നിങ്ങൾ പാട്ട് പഠിക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയാണ്, ഓക്കെ ശരി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാട്ട് പാടിത്തരാമെന്നും പറഞ്ഞുകൊണ്ട് കമലഹാസൻ്റെ തന്നെ സിനിമയിൽ നല്ലൊരു സൂപ്പർ ഹിറ്റ് പാട്ടൊക്കെ പാടിക്കൊടുക്കുവാണെങ്കിൽ അപ്പോൾ ഇത് കേട്ടുകൊണ്ട് തന്നെ രേവതി പതുക്കെ മയക്കത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഭാഗം നമുക്ക് അടുത്ത ആഴ്ചയോടേക്ക് തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത് ഞാൻ പറഞ്ഞത് ചെമ്പനീർ പൂവിൻ്റെ തമിഴ് റീമേക്കായ ചിറകടിക്ക് മാസയിലെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വലിയ താമസമില്ലാതെ തന്നെ നമുക്ക് ആ ഒരു ഭാഗം കാണാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.